മുൻ എപ്പിസോഡുകളിൽ മൂന്നാർ ടൗണിന് സമീപം നല്ലതണ്ണി എസ്റ്റേറ്റിൽ നിന്നും വരുന്ന നല്ലതണ്ണിയാറും കന്നിമല എസ്റ്റേറ്റിൽ നിന്നും പുറപ്പെടുന്ന കന്നിയാറും മൂന്നാർ ടൗണിന് സമീപം മറയൂർ റോഡ് തുടങ്ങുന്ന ആ ഭാഗത്തായിട്ട് ഒത്തുചേരുന്നത് കണ്ടു. അതിനുശേഷം ആ രണ്ട് ആറുകളും കൂടി ഒന്നു ചേർന്ന് ഒറ്റയാറാവുന്ന ആറ് മുന്നോട്ടൊഴുകി കണ്ണൻദേവൻ കമ്പനിയുടെ റീജിയണൽ ഓഫീസിന് സമീപം വെച്ചിട്ട് മാട്ടുപ്പെട്ടി, അരുവിക്കാട്, സൈലന്റ് വാലി ആ മലനിരകളിൽ നിന്നും വരുന്ന കുട്ടിയാറുമായിട്ട് ചേർന്നു ഒറ്റയാറാവുന്നത് കണ്ടു. അങ്ങനെ മൂന്ന് ആറുകളും കൂടി അവിടെ വെച്ചിട്ട് ഒറ്റയാറായിട്ട് മാറി. ഈ കുട്ടിയാറിന് പറയുന്നത് അവിടെ സൈലന്റ് വാലി അല്ലെങ്കിൽ നമ്മുടെ മാട്ടുപ്പെട്ടി, കുണ്ടല, എക്കോ പോയിന്റ് ആ ഒരു പ്രദേശങ്ങളിൽ കുട്ടിയാറിന് പറയുന്നത് പാലാർ എന്നും പറയും. അതായത് പാലാറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആ ഒരു പ്ലേസിന് തന്നെ. പണ്ട് ഇവിടെ കുണ്ടലവാലി ട്രെയിൻ ഓടിയപ്പോൾ ഈ മാട്ടുപ്പെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഒരു സ്റ്റോപ്പ് കൊടുത്തിരുന്നത് പാലാറായിരുന്നു. അപ്പോൾ പാലാർ എന്നും ഈ കുട്ടിയാറിന് അവിടെ ആ ഒരു സ്ഥലത്ത് പറയും. ഈ മൂന്ന് ആറുകളും കൂടി ഒന്നിച്ചു ചേർന്നിട്ട് ഒറ്റയാറാവുന്ന ആ ആറിന് പറയുന്നത് മുതിരപ്പുഴയാറാണ്. മുതിരപ്പുഴയാർ എന്ന് പേര് പറയും. ഈ കാണുന്നത് മുതിരപ്പുഴയാറാണ്. നിങ്ങൾ മിക്കവാറും മുതിരപ്പുഴയാർ കേട്ടിട്ടുണ്ടാവാം. കാരണം 2018 ഫ്ലഡിൽ മുതിരപ്പുഴയാർ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരുന്നു. ഇപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് വരുമ്പോൾ, അതായത് പള്ളിവാസൽ സൈഡിൽ നിന്നും മൂന്നാറിലേക്ക് വരുമ്പോൾ, മൂന്നാർ ടൗണ്, പുതിയ മൂന്നാർ ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഗ്രൗണ്ട് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് കടകളുണ്ട്. അതാണ് പഴയ മൂന്നാർ ടൗൺ. 1900 യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടെ ആദ്യം നിർമ്മിച്ച മൂന്നാർ ടൗൺ അതായിരുന്നു. പിന്നീട് 1924 വെള്ളപ്പൊക്കത്തിന് ശേഷം അവർ പുതിയ മൂന്നാർ ടൗൺ നിർമ്മിക്കുകയായിരുന്നു. ഈ പഴയ മൂന്നാർ ടൗണിന്റെ തൊട്ട് സൈഡിലായിട്ട് DTPCയുടെ ഒരു സെന്റർ കാണാം. ഈ DTPC സെന്ററിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ മുതിരപ്പുഴയാർ വളരെ ഭംഗിയായിട്ട് ഒഴുകുന്നത് കാണാൻ സാധിക്കും. അവിടെ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ DTPC ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ മുതിരപ്പുഴയാർ ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് ഒഴുകിയിട്ട് ഹെഡ് വർക്ക്സ് ഡാമിലെത്തുന്നു. അതായത് പള്ളിവാസൽ സൈഡിൽ നിന്ന് നിങ്ങൾ മൂന്നാറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റോഡിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഹെഡ് വർക്ക്സ് ഡാം. നിങ്ങൾ മിക്കവാറും എല്ലാ ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവും. ഈ ഹെഡ് വർക്ക്സ് ഡാം 1940 ശേഷം സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് ചെയ്യുന്നതാണ് ഈ ഹെഡ് വർക്ക്സ് ഡാം. അതായത് 1900 യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയ രാമസ്വാമി അയ്യർ 1940 ശേഷം ഹെഡ് വർക്ക്സ് ഡാം നിർമ്മിക്കുകയും അവിടെ നിന്നിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴത്തെ ഹെഡ് വർക്ക്സ് ഡാമിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്നതിന് കുറച്ച് മുന്നിലോട്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതിന് കുറച്ച് മുന്നിൽ ഇങ്ങനെ നിറയെ പാറകൾ, പഴയ ഒരു ചെറിയൊരു ചെക്ക് ഡാം അവർ നിർമ്മിച്ചിരുന്നു. ഈ ഹെഡ് വർക്ക്സ് ഡാം നിർമ്മിക്കുന്നതിന് വളരെ മുമ്പ്, ഹെഡ് വർക്ക്സ് ഡാം നിർമ്മിക്കുന്ന 1940 പണി തുടങ്ങുന്നത്. യൂറോപ്യൻ പ്ലാന്റേഴ്സ് കറണ്ട് എടുത്തത് 1900 ഇവർ 1900 കറണ്ട് എടുത്തപ്പോൾ ഇവിടെ ഹെഡ് വർക്ക്സ് ഡാം ഇല്ല. ഇത് കണ്ടോ, നിറയെ ഫ്രണ്ടിൽ കുറേ പാറകൾ ഇങ്ങനെ നിരന്ന് കാണുന്നുണ്ടോ? അത് പഴയ ചെക്ക് ഡാമിന്റെ അവശിഷ്ടങ്ങളാണ്. ഇതിങ്ങനെ പാറകൾ, അതിന്റെ ഫൗണ്ടേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഈ വെള്ളം മുതിരപ്പുഴയാറിൽ വഴി നേരെ മുന്നോട്ട് പോയിട്ട് താഴെ പവർ ഹൗസിൽ ഇവർ ടർബൈൻ വെച്ച് കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. പെൽട്ടൺ വീൽ എന്നാണ് അതിന് പറയുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നത് പെൽട്ടൺ വീലാണ്. അന്ന് ഇവർ ഉപയോഗിച്ച പെൽട്ടൺ വീല് ഇപ്പോഴും ടീ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഇതിലേക്ക് വളരെ ഫോഴ്സിൽ വീഴുമ്പോൾ ഇവിടെ തൊട്ടിപ്പുറത്ത് അതിന് ബെൽറ്റ് പോണൊക്കെ അവർ കൊടുത്തിട്ട് ആ ബെൽറ്റിൽ നിന്നും അവിടെ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവരാക്കിയിട്ട് നേരെ ഇവർ ആറ്റുകാട് പവർ സ്റ്റേഷൻ ഉണ്ടാക്കി. ആറ്റുകാട് പവർ സ്റ്റേഷന് സമീപമായിട്ടായിരുന്നു അവിടെ നിന്നുമായിരുന്നു കറണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് കമ്പനികൾക്ക്, തേയില ഫാക്ടറികൾക്ക് കറണ്ട് അല്ലെങ്കിൽ പവർ വേണം. അതായത് ഈ തേയില വറക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പവർ വേണം. അന്ന് ആദ്യത്തെ തേയില ഫാക്ടറികൾ ഇവിടെ നിർമ്മിച്ചപ്പോൾ ഈ തേയില ഫാക്ടറികൾക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ അന്ന് ഈ ടർബൈനിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്കും പല കമ്പനികൾക്കും കൊടുത്തത്. മൂന്നാറിന് പോകുമ്പോൾ ഹെഡ് വർക്ക്സ് ഡാമും കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാറിന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഗ്രൗണ്ട്, റൈറ്റ് സൈഡിൽ പഴയ മൂന്നാർ ടൗൺ. ആ പഴയ മൂന്നാർ ടൗൺ അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണാം. റൈറ്റ് സൈഡിൽ മൂന്നാർ ഗവൺമെന്റ് സ്കൂളും കാണാം. കമ്പനി ഏറ്റവും ആദ്യം ഇവിടെ ഉണ്ടാക്കിയ തേയില ഫാക്ടറി ആയിരുന്നു ഇപ്പോൾ ആ ഗവൺമെന്റ് സ്കൂളായിട്ട് മാറിയിരിക്കുന്നത്. 1900 ഇവിടെ ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നത്. ആദ്യത്തെ ഫാക്ടറി പിന്നീട് സ്കൂളാക്കി മാറ്റി. ഇപ്പം നിങ്ങൾക്ക് അവിടെ റോഡിന്റെ റൈറ്റ് സൈഡിൽ, മൂന്നാർ ടൗണിലേക്ക് പോകുമ്പോൾ റോഡിന്റെ റൈറ്റ് സൈഡിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റിലായിട്ട് മൂന്നാർ സ്കൂൾ കാണാം. ഇത് പണ്ടത്തെ കമ്പനിയുടെ ആദ്യത്തെ തേയില ഫാക്ടറി ആയിരുന്നു. അപ്പൊ അവിടേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 1900 തന്നെ ഇവിടെ നിന്നിട്ടും ഇവര് പവർ പ്രൊഡ്യൂസ് ചെയ്തു.
ഇപ്പോഴും അവിടെ ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ ബില്ല് മൂന്നാറിലെ ആളുകൾ മൊത്തം കൊടുക്കുന്നത് കണ്ണൻദേവൻ കമ്പനിയിലാണ്. അതായത് കണ്ണൻദേവൻ കമ്പനിയായിരുന്നു പണ്ട് തൊട്ടിട്ട് അവിടെ മൊത്തം കറണ്ട് സപ്ലൈ ചെയ്തിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇലക്ട്രിസിറ്റി ബോർഡ് വരുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ കറണ്ടിൻ്റെ സപ്ലൈ വേറെ ആയത്. ഇപ്പോഴും മൂന്നാറിൽ കണ്ണൻദേവൻ കമ്പനിയുടെ ഓഫീസിൽ കറണ്ടിൻ്റെ ബില്ല് കെട്ടുന്ന ഒരുപാട് നിങ്ങൾ മൂന്നാറിലെ ആറ്റുകാട് വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ടോ? ഈ ആറ്റുകാട് വാട്ടർഫാൾസിന് സമീപത്തായിരുന്നു ഇവർ ടർബൈൻ വെച്ച് കറക്കി അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത്. 1879 യൂറോപ്യൻസ് ആദ്യമായിട്ട് ഇലക്ട്രിക് ബൾബ് ഡെമോൺസ്ട്രേഷന് കൊൽക്കത്തയിൽ വെച്ചത്. അന്നത്തെ പഴയ കൽക്കട്ട. അന്ന് അത് ബംഗാൾ പ്രസിഡൻസി ആയിരുന്നു. അന്ന് യൂറോപ്യൻസിന് ഒരുപാട് പ്രസിഡൻസീസ് ഉണ്ടായിരുന്നു. പ്രൊവിൻസ് എന്നും അവർ പറയാറുണ്ടായിരുന്നു. ബംഗാൾ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, അങ്ങനെ കുറേ പ്രസിഡൻസികൾ ഉണ്ടായിരുന്നു. അതിൽ ബംഗാൾ പ്രസിഡൻസി കൊൽക്കത്തയിലായിരുന്നു അവർ അന്ന് ഇലക്ട്രിക് ബൾബ് ഡെമോൺസ്ട്രേഷൻ വെച്ചത് 1879. 1878 തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ പവർ പ്രോജക്റ്റ് വരുന്നത് ഡാർജിലിംഗിലാണ്. അതും യൂറോപ്യൻസ് തന്നെയാണ് ആ പവർ പ്രോജക്റ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിരുന്നു. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റും ഏഷ്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റും 1897 യൂറോപ്യൻസ് നിർമ്മിച്ച ഡാർജിലിംഗിലെ സിദ്രാപോങ് എന്ന സ്ഥലത്ത് ഉണ്ടാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ആയിരുന്നു. അതിനുശേഷം 1900 മൂന്നാറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഉണ്ടാക്കി. തൊട്ടടുത്ത വർഷം 1902 ഏകദേശം ആ ഒരു സമയത്തോടു കൂടി കർണാടകത്തിലെ കോലാറിലും പവർ പ്രോജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ മൂന്നാറിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യകാലത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ ഒന്നാണെന്ന് മനസ്സിലായല്ലോ. ഫിൻലെ മ്യൂർ ആൻഡ് കമ്പനിക്ക് ആസാമിലും തേയില എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ജെയിംസ് ഫിൻലെ ആൻഡ് കമ്പനി എന്നും ഇത് അറിയപ്പെടാറുണ്ട്. അത് പേരന്റ് കമ്പനിയാണ്. സർ ജോൺ മ്യൂർ ആയിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. 1897 എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെയാണ്. 1887 വർക്ക് ആരംഭിച്ചിട്ട് 1895 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നത്. അപ്പോൾ പുതിയ അറിവുകളും പുതിയ ഇൻഫർമേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു.